ശിവ ഏതൊരാളുടെയും ജീവിതം മാറ്റുന്ന ആത്മീയ കാര്യങ്ങളുടെ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓം തത്പുരുഷായ വിദ്മഹേ മഹാദേവായ ധീമഹി തന്നോ രുദ്ര പ്രചോദയാത്. ഓം നമഃ ശിവായ. ഇന്ന് പറയാൻ പോകുന്നത് ശനി ദോഷം, അല്ലെങ്കിൽ ഈ ഒരു വരി ഉരുവിടുന്നവരെ ശനി ദോഷം ചെയ്യുകയേയില്ല. ശനി അവരെ വിട്ടുപോകും. ശനിദോഷം ഉണ്ടാകുമ്പോഴാണ് കണ്ടകശനി, ഏഴരശനി, അഷ്ടമശനി, ജന്മശനി, മാത്രമല്ല ഗ്രഹനിലയിൽ ശനി ഒരു നല്ല രീതിയിലല്ലാതെ നിൽക്കുക, ഇതൊക്കെ ഉണ്ടാകുമ്പോഴാണ് ജീവിതത്തിൽ പലപ്പോഴും പല ആപത്തുകളും, അപകടങ്ങളെ, ആപത്തുകളെ, സാമ്പത്തിക തകർച്ചകളെ, അത്യാപത്തുകളെ, കടക്കണി, പിന്നെ കലഹം, വഴക്ക്, കേസ്, ജയിൽവാസം, രോഗദുരിതങ്ങളെ എന്നെല്ലാം ഉണ്ടാകുന്നത് ശനി മോശമായിട്ട് ഗ്രഹനിലയിൽ പിഴച്ചു നിൽക്കുമ്പോഴും, അല്ലാതെ കണ്ടകശനി, ഏഴരശനി, അഷ്ടമശനി, ജന്മശനി ഈ ഒരു കാലഘട്ടങ്ങളിൽ ശനി സഞ്ചരിക്കുമ്പോഴും, ഗ്രഹനിലയിൽ ശനി നല്ല രീതിയിൽ അല്ലാതെയും കൂടെ ആകുമ്പോഴാണ് വലിയ ഇതുപോലെയുള്ള ജീവിതം തകിടം മറിക്കുന്നത്. അതായത് ജീവിതത്തിൽ ഒന്നുമില്ലാതാക്കുന്ന ചില അവസ്ഥകൾ. ചിലർക്ക് ശനി, ഏഴരശനി സമയത്ത് ഒരു അപകടം ഉണ്ടായാൽ ആ അപകടത്തിൽ നിന്ന് എന്തെങ്കിലും ഒരു കൈക്കോ കാലിനോ ശരീരത്തിനോ ഏതെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ, അല്ലെങ്കിൽ ഒരു നട്ടലിനായിക്കോട്ടെ, ജീവിതത്തിൽ പിന്നെ ഇതിൻ്റെ പരിണത ഫലങ്ങളിൽ പിന്നെ അലട്ടിക്കൊണ്ടിരിക്കും. അതാണ് ഏഴരശനി, കണ്ടകശനി സമയത്തൊക്കെ അപകടങ്ങൾ ഉണ്ടായാൽ പോലും ആ ദുരിതം മാറത്തില്ല. അത്ര ശക്തമാണ് ശനിയുടെ കാര്യങ്ങൾ. അപ്പോൾ ആ ശനിയെ ഈ പറയുന്ന വരി ഉരുവിട്ടാൽ ശനിദോഷം പിടിക്കുകയില്ല. നിങ്ങൾക്ക് ഒരു കുഴപ്പവും വരത്തില്ല. നിങ്ങളുടെ കുടുംബം തകരത്തില്ല, അല്ലെ നിങ്ങളുടെ സാമ്പത്തികം തകരത്തില്ല, നിങ്ങൾ കടക്കണിയിലോട്ട് പോകത്തില്ല, നിങ്ങൾക്ക് അപകടമരണങ്ങൾ അല്ലെ അത്യാപത്തുകൾ ഒഴിവാക്കാം, നിങ്ങൾക്ക് കേസ്, വഴക്ക്, ജയില്, ബന്ധനം, ആവശ്യമില്ലാത്ത കാര്യത്തിലൊന്നും പോയി ചാടത്തില്ല, ഇങ്ങനെയുള്ള തൊഴിൽ തകർച്ച ഉണ്ടാകത്തില്ല, സാമ്പത്തിക നഷ്ടം ഉണ്ടാകത്തില്ല. അപ്പോൾ ആ വരി ഏതാണെന്ന് ഞാൻ പറയുന്നുണ്ട്. 1 രൂപ ചെലവില്ലാതെ ആർക്കും എവിടെ ഇരുന്ന് ജപിക്കാവുന്ന ഒരു വരിയാണ്, അത്ഭുത വരിയാണ്. അപ്പോൾ ആ വരി പറയുന്നതിന് മുമ്പ് ഞാൻ ആ വരി ഹനുമാൻ സ്വാമിയുടെ ഒരു വരിയാണ്. അത് പറയുന്നതിന് മുമ്പ് ഞാൻ ഹനുമാൻ സ്വാമിയുടെ ഭക്തന്മാരെയും ശനി പിടിക്കത്തില്ല, അതിൻ്റെ അതിന് ഉപോത്ബലകമായ ഒരു ഐതിഹ്യം പറഞ്ഞിട്ട് ഞാൻ ആ ഹനുമാൻ സ്വാമിയുടെ അത്ഭുത വരി പറഞ്ഞു തരാം. ജീവിതത്തിൽ നിങ്ങൾക്ക് എന്നേക്കുമായി ഉപകാരം ചെയ്തു. അതുപോലെ തന്നെ ഈ ഹനുമാൻ സ്വാമിയുടെ ഒരു മന്ത്രം ജപിച്ചാൽ, അത് ഞാൻ അവസാനം പറയുന്നുണ്ട്, ഒരു പ്രത്യേക ദിവസം ഒരു മന്ത്രം ജപിച്ചാൽ ആ മന്ത്രത്തെക്കുറിച്ചും പറയുന്നുണ്ട്. വലിയ സമ്പന്നരാകാം, സംശയം വേണ്ട, വലിയ സമ്പന്നരാകാം. നിങ്ങൾ ചെയ്തു നോക്കിക്കൂ, ഉറപ്പാണ്. ശരിയായിട്ട് ചെയ്താൽ വലിയ റിച്ചാകാം. ചെറിയ രീതിയിലല്ല, അങ്ങേയറ്റത്തെ സമ്പന്നരാകുമെന്നുള്ളതാണ്. അപ്പോൾ അത് കൂടെ ഞാൻ അവസാനം പറയുന്നുണ്ട്. നിങ്ങൾ കേട്ടിട്ട് ശരിയായിട്ട് മനസ്സിലാക്കിയിട്ട് ചെയ്യുക. ഹനുമാൻ സ്വാമിയുടെ ആ ഒരു ഐതിഹ്യം പറഞ്ഞിട്ട് ഞാൻ ആ വരി പറഞ്ഞുതരാം. അതായത് ശനി സത്യമുള്ള ദേവനാണ്. ശനി ആരെയും പിടിക്കും. ശനി പിടിച്ചു കഴിഞ്ഞാൽ എത്ര അധികാരമുള്ളവരും, എത്ര കാര്യശേഷിയുള്ളവരും, കാര്യപ്രാപ്തിയുള്ളവരും, സമ്പത്തുള്ളവരും ആരാണേലും പെട്ടുപോകും. അപ്പോഴാ സമയത്ത് അവരുടെ ഒരു കഴിവും പ്രയോജനപ്പെടുത്താൻ പറ്റത്തില്ല. സുഹൃത്ത് ബന്ധങ്ങളുണ്ടെങ്കിലും അധികാരം ഉണ്ടെങ്കിലും ഒക്കെ ആ സമയത്ത് പ്രയോജനപ്പെടുത്താൻ പറ്റത്തില്ല ശനി പിടിച്ചു കഴിയുമ്പോൾ. അങ്ങനെയാണ്, ശനി ആരെയും പിടിക്കും. അപ്പോൾ ഹനുമാൻ സ്വാമിയെയും ശനി പിടിക്കാൻ വേണ്ടി ചെന്നു. ഒരു ഐതിഹ്യമാണ് പറയുന്നത്. അപ്പോൾ ഹനുമാൻ സ്വാമി ശനിയോട് പറഞ്ഞു, എനിക്കിപ്പം സമയമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ശനി പറഞ്ഞു, ഞാൻ ശിവഭഗവാനെ വരെ പിടിച്ച ആളാണ് ശനി. അപ്പോൾ ഹനുമാൻ സ്വാമി പറഞ്ഞു, ആയിക്കോട്ടെ, അതിനിപ്പോൾ എന്താ. ഇപ്പം ഹനുമാനെ പിടിക്കാനുള്ള സമയമായി ശനിക്ക്. അപ്പോൾ ഹനുമാൻ സ്വാമി പറഞ്ഞു, പക്ഷേ എനിക്കിപ്പോൾ സമയമില്ല. അപ്പോൾ വീണ്ടും ശനി പറഞ്ഞു, ഞാൻ നിങ്ങളെ പിടിക്കാൻ പോവുകയാണ്. അപ്പം ശനി പിടിക്കുക എന്ന് പറഞ്ഞാൽ അത് കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും ജീവിതത്തിൽ. ഹനുമാൻ സ്വാമി പറഞ്ഞു, എനിക്ക് സമയമില്ലെന്ന് ഞാൻ പറഞ്ഞല്ലേ. അപ്പം പുള്ളിയെ, ആ ശനിയെ ഒരു നിസ്സാരക്കാരനായിട്ട് കാണുന്ന പോലെ. അപ്പം ശനി പറഞ്ഞു, ആഹാ എന്നാ ശരി എന്നും പറഞ്ഞ് ശനി ഹനുമാൻ സ്വാമിയെ കയറി അങ്ങ് പിടിച്ചു കഴിഞ്ഞപ്പോൾ, ഹനുമാൻ സ്വാമിയുടെ ശരീരത്തിൽ ശനി കയറി കഴിഞ്ഞപ്പം ശനിക്ക് ഇറങ്ങാൻ പറ്റാതെ
ശനി കടന്ന് ഭഗവാനോട് അപേക്ഷിക്കാൻ തുടങ്ങി. ശനി പെട്ടുപോയി. ഹനുമാൻ സ്വാമിയുടെ ശരീരത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ ശനി പെട്ടുപോയി അവിടെ. കാരണം ഹനുമാൻ സ്വാമിക്ക് ഹനുമാൻ സ്വാമി മഹായോഗിയും, ഹനുമാൻ സ്വാമി ആ ഒരു ഭഗവാൻ രാമൻ്റെ ആ മന്ത്രത്തിൻ്റെ ശക്തിയും, ഹനുമാൻ സ്വാമി മഹായോഗിയുമൊക്കെയാണ്. അപ്പോൾ അദ്ദേഹം ശിവൻ തന്നെയാണ്, ശിവാംശം തന്നെയാണ്. അപ്പം അദ്ദേഹം ശനി ഒരു പാഠം പഠിപ്പിക്കാനും കൂടി അദ്ദേഹത്തിൻ്റെ ഒരു ലീലയാണ്. ശനി ആ ശരീരത്തിനകത്തിരുന്ന് എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് ഹനുമാൻ സ്വാമിയോട് കരഞ്ഞ് അപേക്ഷിച്ചു. ഹനുമാൻ സ്വാമി അനങ്ങാൻ പോയില്ല, ഒന്നും അറിയാത്ത പോലെ ഇരിക്കുന്നു. ലാസ്റ്റ് ഈ ശനിയുടെ കരച്ചിൽ കേട്ട്, അല്ലെ രക്ഷിക്കണേ എന്നുള്ള ഒരു അപേക്ഷ കേട്ട് ഹനുമാൻ സ്വാമി പറഞ്ഞു, മേലാൽ എന്നെയും എൻ്റെ ഭക്തന്മാരെയും ഉപദ്രവിക്കാൻ വരരുത്. അങ്ങനെ ഒരു ഹനുമാൻ സ്വാമിയുടെ ഭക്തന്മാരെ ശനി ഉപദ്രവിക്കത്തില്ല. അപ്പം അങ്ങനെയുള്ള ഹനുമാൻ്റെ പ്രീതി നേടുന്ന അത്ഭുതകരമായ രഹസ്യമായ ഒരു മന്ത്രമാണ് ഞാൻ പറഞ്ഞത്. ഒരു വരി മന്ത്രമാണ് പറഞ്ഞു തരുന്നത്. അത് നിങ്ങൾ നിത്യേന ജപിച്ചാൽ മതി. നിങ്ങൾക്ക് ശനി പിടിക്കത്തില്ല, നിങ്ങൾക്ക് ശനി ദോഷം ചെയ്യത്തില്ല, യാതൊരു സംശയം വേണ്ട. കാരണം ഇതൊരു ചെറിയ കാര്യമല്ല കേട്ടോ. ശനി പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ബുദ്ധിയൊന്നും വേണ്ട രീതിയിൽ വർക്ക് ചെയ്യത്തില്ല. നമ്മൾ ചെയ്യുന്ന എല്ലാം പലപ്പോഴും അബദ്ധങ്ങളും മണ്ടത്തരങ്ങളും, നമ്മളൊന്നിനും ശ്രദ്ധയില്ലാതെ വരികയും ഒക്കെ വരും. ശനി പിടിക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. അപ്പോൾ അത് ഒഴിവാകുക എന്ന് പറഞ്ഞാൽ ജീവിതത്തിലെ വലിയൊരു കാര്യമാണ്. ശനിദോഷം ഉണ്ടാകത്തില്ല. അപ്പോൾ അതിനുള്ള ആ ഒരു രഹസ്യ വരിയാണ് പറഞ്ഞു തരുന്നത്. അപ്പോൾ നിങ്ങളത് ശരിയായിട്ട് മനസ്സിലാക്കി ചെയ്യുക. അതിനു മുമ്പ് ഒരു കാര്യം പറയാം. ഞാൻ നേരിട്ട് കൺസൾട്ടിങ് ഇല്ല, വാട്സപ്പ് വഴി മാത്രമേ ചെയ്യുന്നുള്ളൂ. സംഖ്യാജ്യോതിഷം, ഹസ്തരേഖ, ഗ്രഹനില ഇതൊക്കെയാണ് വിശകലനം ചെയ്യുന്നത്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ വാട്സപ്പ് ഇടുക. ഫ്രീ ആകുമ്പോൾ ഞാൻ റിപ്ലൈ തരും. എല്ലാവർക്കും റിപ്ലൈ തരാൻ പറ്റത്തില്ല, കാരണം ഒരുപാട് മെസ്സേജുകൾ വരുന്നതാണ്. പറ്റുന്നവർക്ക് റിപ്ലൈ തരും. എന്നിട്ട് എങ്ങനെ ചെയ്യുന്നതെന്ന് പറയും. ഞാൻ ഇതുപോലുള്ള നല്ല കാര്യങ്ങളെ പറഞ്ഞു തരത്തുള്ളൂ. ചെയ്യുന്ന രീതി പറയും. കേട്ടിട്ട് ആവശ്യമുണ്ടെങ്കിൽ ചെയ്യുക, അല്ലെങ്കിൽ ചെയ്യാതിരിക്കുക. നേരിട്ട് വന്നാലും നോക്കാൻ പറ്റത്തില്ല, ഫോൺ വിളിച്ചാലും കിട്ടത്തില്ല. കാരണം വാട്സപ്പിലെ വർക്ക് തന്നെ സമയത്തിന് തീരുന്നില്ല. ഇതാണ് സാഹചര്യം. അപ്പം ഇനിയും ഞാൻ വീഡിയോയിലേക്ക് വരാം. സാഹചര്യം പറഞ്ഞതേ ഉള്ളൂ. ഇനിയിപ്പം വീഡിയോയിലേക്ക് വിശദമായിട്ട് ഞാൻ പറഞ്ഞുതരാം ആ രഹസ്യവരി. ആ രഹസ്യവരി ഇതാണ്: ഓം ഹം ഹനുമതേ നമ. ഹം എന്നുള്ള ഹ എഴുതി 0. ഓം ഹം ഹനുമതേ നമ. ഇത് വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഞാൻ എഴുതിയിടാം. ഇത് മാത്രം കേട്ടിട്ട് നിങ്ങൾ ജപിക്കരുത്. ഞാൻ മുഴുവൻ പറയുന്നത് കേട്ടിട്ടേ ജപിക്കാവുള്ളൂ. ഈ മന്ത്രം ജപിക്കുന്നതിന് മുമ്പ് ശ്രീരാമ ജയരാമ ജയ ജയരാമ 3 തവണ വാ കൊണ്ട് ഉച്ചരിക്കണം, നിങ്ങൾക്ക് കേൾക്കാവുന്ന ശബ്ദത്തിൽ. അതിനുശേഷം ഓം ഹം ഹനുമതേ നമ അതൊരു 3 തവണ വാ കൊണ്ട് ഉച്ചരിക്കുക. അതിനുശേഷം ഓം നമോ ഭഗവതേ ആഞ്ജനേയായ മഹാബലായ സ്വാഹ. ഓം നമോ ഭഗവതേ ആഞ്ജനേയായ മഹാബലായ സ്വാഹ. ഓം നമോ ഭഗവതേ ആഞ്ജനേയായ മഹാബലായ സ്വാഹ. അത് 3 തവണ ഉച്ചരിക്കണം. ഞാൻ വീഡിയോയുടെ താഴെ ഈ മന്ത്രങ്ങൾ എഴുതിവിടാം, അത് നോക്കിയിട്ട് ജപിക്കുക. അപ്പോൾ ഇതിനകത്ത് കാര്യമുണ്ട്. ഞാൻ ആദ്യം ശ്രീരാമ മന്ത്രം 3 തവണ, പിന്നെ ഹനുമാൻ സ്വാമിയുടെ ഓം ഹം ഹനുമതേ നമ 3 തവണ. അതിനുശേഷം ഞാൻ പറഞ്ഞു ഓം നമോ ഭഗവതേ ആഞ്ജനേയായ മഹാബലായ സ്വാഹ. അത് 3 തവണ ജപിക്കണം. അവിടെയാണ് അതിൻ്റെ കാര്യങ്ങൾ കിടക്കുന്നത്. മനസ്സിലായോ? ഈ മന്ത്രം, ആ 3ാമത്തെ മന്ത്രത്തിനകത്താണ് എല്ലാ ശക്തിയും ഉറങ്ങിക്കിടക്കുന്നത്. ആ മന്ത്രം കൂടെ ജപിക്കുമ്പോഴാണ് നിങ്ങളെ ഒരു ശനിയും ബാധിക്കത്തില്ല. കാരണം അതൊരു അത്ഭുതം. 3ാമത് പറഞ്ഞത് 2 മന്ത്രങ്ങളും ഒരുപോലെ പ്രാധാന്യമുണ്ട്. 3ാമത്തെ മന്ത്രം അതുപോലെ തന്നെ. പക്ഷെ 3ാമത്തേത് കൂടി ജപിക്കുമ്പോഴാണ് നിങ്ങൾക്ക് ഹനുമാൻ സ്വാമിയുടെ അപാരമായ അനുഗ്രഹം, സംരക്ഷണം കിട്ടുന്നത്. അപ്പോഴാണ് നിങ്ങളെ ഒരു ശനിയും തൊടത്തില്ല. നിങ്ങൾക്ക് ഒരു ആപത്തുകളിൽ നിന്നും ഭഗവാൻ ഒഴിവാക്കും. ഈ മന്ത്രം ഇങ്ങനെ ജപിക്കുന്നവർക്ക്, വാഹനം ഓടിക്കുന്നവർക്കാണേലും ഈ മന്ത്രം ജപിച്ചിട്ട് വാഹനത്തിൽ കയറുക, വാഹനത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഈ മന്ത്രം ചൊല്ലുക, വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഈ മന്ത്രം ചൊല്ലുക, രാവിലെ കുളി കഴിഞ്ഞ് ഈ മന്ത്രം ചൊല്ലുക, വിളക്കിൻ്റെ മുന്നിൽ ഈ മന്ത്രം ചൊല്ലുക, ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഈ മന്ത്രം ചൊല്ലുക. ഒരു തരത്തിലുള്ള കാലദോഷങ്ങൾ, ഗ്രഹപ്പിഴകൾ ഒന്നും ബാധിക്കത്തില്ല. ആ ഗ്രഹദോഷങ്ങളെല്ലാം ഒഴിഞ്ഞു പോകും. കാരണം ഹനുമാൻ സ്വാമി എന്ന് പറഞ്ഞാൽ രാമഭക്തനാണ്. രാമമന്ത്രം ജപിക്കുന്നവർക്ക്
ഒരു തരത്തിലുള്ള ഒരു ആപത്തുകളും ഉണ്ടാകുകയില്ല. കാരണം അതിനകത്ത് ശിവനുമുണ്ട്, വിഷ്ണുവുമുണ്ട്. രാ എന്ന് പറഞ്ഞാൽ നാരായണയിലെ രായും നമശിവായിലെ മായുമാണ്. ശിവശക്തിയിൽ രാമ എന്ന് പറഞ്ഞ മന്ത്രത്തിനകത്തുണ്ട്. രാമ എന്ന് പറഞ്ഞ മന്ത്രം മഹാമന്ത്രമാണ്. വസിഷ്ഠനാണ്, വസിഷ്ഠ ഗുരുവാണ് രാമ എന്ന ആ പേര് ശ്രീരാമന് പേരിടാൻ വേണ്ടി നിർദ്ദേശിക്കുന്നത്. വസിഷ്ഠൻ്റെ ഗുരുവായ കാകാഭുജുണ്ടർ ഈ രാമമന്ത്രത്തെ ഉപാസിച്ചിരുന്നു. അതിനു മുമ്പേ രാമമന്ത്രം ഉണ്ടായിരുന്നു. രാമന് മുമ്പേ രാമമന്ത്രം ഉണ്ടായിരുന്നു. അപ്പോൾ ആ രാമമന്ത്രം സർവശക്തിദായകമാണ്. അപ്പോൾ ആ രാമമന്ത്രം ഹനുമാൻ ആ രാമമന്ത്രം മാത്രമാണ് എപ്പോഴും ഉച്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. രാമ 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 രാമ. അതുതന്നെയാണ് ഹനുമാൻ്റെ ശക്തിയും. ഹനുമാൻ്റെ ശിവാംശവും കൂടിയാണ്. ആ ശിവൻ തന്നെയാണ്, അദ്ദേഹം ശിവൻ തന്നെയാണ്. അപ്പോൾ ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹം ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് വാഹനാപകടങ്ങളെ, ആപത്തുകളെ, ശനിദോഷങ്ങളെ, ഗ്രഹപ്പിഴകളെ, കാലദോഷങ്ങളെ ഇതൊന്നും നിങ്ങളെ ബാധിക്കത്തില്ല എന്നുള്ളതാണ്. മാത്രമല്ല ഏത് തരത്തിലുള്ള ശത്രുദോഷങ്ങൾ, ആഭിചാര ദോഷങ്ങൾ, അല്ലെങ്കിൽ ദൃഷ്ടിദോഷങ്ങൾ, ഏത് തരത്തിലുള്ള നെഗറ്റീവ് എനർജികൾ, ബാധാദോഷങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള നെഗറ്റീവ് എനർജികളാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പം അങ്ങനെയുള്ള ഏത് തരം നെഗറ്റീവ് എനർജികളും ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹമുള്ളവരെ ബാധിക്കത്തില്ല എന്നുള്ളതാണ്. ഇപ്പം ശനി തന്നെ ബാധിക്കാതിരുന്നാൽ തന്നെ ആ വ്യക്തിയുടെ ജീവിതത്തിൽ വലിയ മാറ്റം വരും. ശനിദോഷം ബാധിക്കുമ്പോഴാണല്ലേ ഏഴരശനി, കണ്ടകശനി, ജന്മശനി, അഷ്ടമശനി, അല്ലെങ്കിൽ ശനിദശയിൽ തന്നെ ശനി അനിഷ്ടപ്രദനായി നിൽക്കുന്ന ജാതകത്തിൽ ശനിദശ, അല്ലെങ്കിൽ ഗ്രഹനില പലപ്പോഴും ചന്ദ്രശനി യോഗം. ഈ ചന്ദ്രശനി യോഗം ചില ഗ്രഹനിലകളിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അത് 12 രാശിയിലും വന്ന 12 ഫലങ്ങളാണ്. എങ്കിലും സാമാന്യമായിട്ട് ഞാൻ പറയുകയാണ്, ചന്ദ്രൻ മനസ്സിൻ്റെ കാരകനാണ്, ശനി ദുരിതകാരകനാണ്. അപ്പോൾ ചന്ദ്രശനി യോഗം ഉണ്ടാകുമ്പോൾ മനസ്സിനെ ദുരിതത്തെ ചെയ്യും. എന്ന് വെച്ചാൽ എന്താ, ആ ചിന്തിക്കുന്ന കാര്യം മിക്കവാറും നമുക്ക് തന്നെ ദോഷം ഉണ്ടാക്കുന്ന കാര്യങ്ങളിലായിരിക്കും മനസ്സിൻ്റെ ചിന്ത പോകുന്നത്. മനസ്സിലായല്ലോ? അതായത് നമ്മുടെ ചിന്തകൾ കൊണ്ട് തന്നെ നമുക്ക് ദുരിതങ്ങൾ ഉണ്ടാകുമെന്നുള്ളതാണ്. ചന്ദ്രശനി യോഗം വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ആ ശനി ചന്ദ്രനുമായിട്ട് യോഗം ചെയ്യുമ്പോൾ, അതുപോലെ ശനി സർപ്പയോഗം, അതും ജീവിതത്തിലെ പല പല വളഞ്ഞ വഴികൾ ചിന്തിക്കാം, പല പല കൂട്ടുകെട്ടുകളിൽ പോകാം, ഒക്കെ അങ്ങനെയുള്ള പല പല കാര്യങ്ങളിൽ ഏർപ്പെടാം. അപ്പം ഈ ചൊവ്വ ശനി യോഗം, അഗ്നിമാരുത യോഗം, ചൊവ്വ ശനി യോഗം കൂടുതലും വാഹന സംബന്ധമായ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അഗ്നി, കറണ്ട്, ഗ്യാസ് ഇതുപോലുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണം. എന്ന് വെച്ചാൽ എല്ലാവർക്കും ദോഷം ചെയ്യുമെന്നൊന്നും അതിന് അർത്ഥമില്ല. ചൊവ്വാശനി യോഗമാണെങ്കിലും എത്രയോ ഗ്രഹനിലകളിൽ ഞാൻ കണ്ടിരിക്കുന്നു. പലർക്കും ഒരു ദോഷമില്ലാതെ നല്ല നിലയിലുള്ളവരുമുണ്ട്. പക്ഷെ ചിലർക്ക് ആ ഗ്രഹസ്ഥിതിയും ആ ഗ്രഹങ്ങളുടെ ബലാബലങ്ങളൊക്കെ അനുസരിച്ച് അനിഷ്ടപ്രദമായി വന്നു കഴിഞ്ഞാൽ ജീവിതത്തിൽ പല പ്രതിസന്ധികൾ, വാഹനാപകടങ്ങൾ ഉണ്ടായ ഗ്രഹനിലകളിൽ ഞാൻ കണ്ടിട്ടുണ്ട്. വാഹനാപകടത്തിൽ ചൊവ്വാശനി യോഗമുള്ള വാഹനാപകടത്തിൽ വലിയ നഷ്ടങ്ങളുണ്ടായവരെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ശനിയുടെ ചില യോഗങ്ങൾ കൊണ്ട് ഉണ്ടാകുന്ന ചില കാര്യങ്ങളുണ്ട്. സൂര്യശനി യോഗം പലപ്പോഴും ഒരു കാര്യം ഇൻകംപ്ലീറ്റ് ആയിട്ട് ചെയ്യും, കംപ്ലീറ്റ് ആക്കാൻ ബുദ്ധിമുട്ട് വരും. അതുപോലെ ആത്മവിശ്വാസം ചിലപ്പം കുറയാം. സൂര്യശനി യോഗം. ബുധശനി യോഗം ചിലർക്ക് ഗുണം ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. പക്ഷേ ചിലരുടെ ഗ്രഹനിലയിൽ ബുധശനി യോഗം, അതായത് ബുധനോ ശനിയോ ഇഷ്ടരാശിയിലോ ഒക്കെ നിന്നാൽ വലിയ ദോഷം ചെയ്യത്തില്ല. ഇനിയും ബുധനും ശനിയും ആ അനിഷ്ടപ്രദനായിട്ട് തന്നെ അനിഷ്ടഭാവങ്ങളിൽ നിൽക്കുകയാണെങ്കിൽ മിക്കവാറും ബുധൻ ബുദ്ധികാരകനാണ്, ശനി ദുരിതകാരകനാണ്. അപ്പോൾ ഈ ചിന്ത കൊണ്ട് തന്നെ അവനവൻ്റെ തീരുമാനങ്ങളായിരിക്കും അവനവൻ ഏറ്റവും ഭാരം. അവനവൻ്റെ തീരുമാനങ്ങൾ തന്നെ അവനവന് ഭാരമായിട്ട് വരും. തീരുമാനങ്ങൾ എടുക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. അങ്ങനെയുള്ളവർക്ക് ഞാൻ പറഞ്ഞു കൊടുക്കുന്നത് കൃഷ്ണന് ചില കാര്യം പറഞ്ഞു കൊടുക്കാറുണ്ട്. അത് പ്രയോജനം ചെയ്യാറുമുണ്ട്. ചെയ്തവർക്ക് അത് ജീവിതത്തിൽ ഉയർച്ച ഉണ്ടായിട്ടുമുണ്ട്, അവരൊക്കെ ഇന്ന് കാശ് ഉണ്ടാക്കുന്നതുകൊണ്ട്. അപ്പോഴങ്ങനെ ചില കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ വ്യാഴശനി യോഗം. വേണ്ട സമയത്ത് ബുദ്ധി പ്രവർത്തിക്കത്തില്ല. വലിയ ബുദ്ധിമാനൊക്കെ ആയിരിക്കും, പക്ഷേ ആവശ്യമുള്ളൊരു സമയത്ത് ആ ഒരു കാര്യം ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് എന്നാ സംഭവിക്കുന്നത്, ജീവിതത്തിൽ നേട്ടങ്ങൾ ഉണ്ടാക്കേണ്ട പല കാര്യങ്ങളും നഷ്ടപ്പെടും. ഉയർച്ച ഉണ്ടാകേണ്ട പല സാഹചര്യങ്ങളിൽ ജീവിതത്തിൽ ഉയർച്ച ഇല്ലാതെ പോകും. അങ്ങനെ പോയാൽ അതിൻ്റെ അർത്ഥം ജീവിതം ഒരു ഉയർച്ച അല്ലാതെ ഒരു താഴ്ചയിലേക്ക് പോകുന്നതിൻ്റെ അർത്ഥം. വ്യാഴശനി യോഗം ആവശ്യമുള്ള സമയത്ത് ബുദ്ധി പ്രവർത്തിക്കണമെന്നില്ല. ഇതിനെ മാത്രമല്ല വ്യാഴ സന്താനകാരകനും ധനകാരകനും. ആ വ്യാഴത്തിന് ശനിയോഗം വരുമ്പോൾ ഇതിനെയൊക്കെ
കുറച്ച് പ്രതികൂലമായിട്ട് ബാധിക്കും എന്നുള്ളതാണ്. മാത്രമല്ല സമ്പത്തിനെ ധനകാരകൻ കൂടിയാണ്. ശനി എന്ന് പറഞ്ഞാൽ മന്ദൻ, പതുക്കെ സഞ്ചരിക്കുന്നതാണ്. സാമ്പത്തികപരമായ ഒരു ഉയർച്ചയ്ക്കും ചിലപ്പോൾ കാലതാമസം കൊടുക്കും, തടസ്സങ്ങളെടുക്കും. അതുപോലെയല്ല ആ വ്യക്തിക്ക് ചിലപ്പോൾ എല്ലാത്തിലും ഒരു ഉത്സാഹക്കുറവൊക്കെ ഉണ്ടാകും. എപ്പോഴും ഇങ്ങനെ ചതഞ്ഞെന്ന് പറഞ്ഞ് നടക്കും. ഒരു ആക്റ്റീവ് ഒന്നും ആയിരിക്കണമെന്നില്ല. ഇത് ഒരു ഗ്രഹസ്ഥിതി കൊണ്ടോ ഒരു 2 ഗ്രഹങ്ങളുടെ യോഗം കൊണ്ടോ തന്നെ പറയേണ്ട കാര്യമല്ല. ആ ബാക്കി ഗ്രഹങ്ങൾ അവിടെ നിൽക്കുന്നു, ലഗ്നാധിപൻ അവിടെ നിൽക്കുന്നു, ലഗ്നാധിപന് മറ്റു ഗ്രഹങ്ങളുമായിട്ടുള്ള ബന്ധം, പിന്നെ 6-8-12 ഭാവാധിപന്മാർ, ലഗ്നാധിപന് ഭാവകർത്തൃയുണ്ടോ, ഇങ്ങനെ നിരവധി കാര്യങ്ങൾ പരിശോധിച്ച ശേഷം പറഞ്ഞാൽ അങ്ങനെ പറയുന്ന കാര്യങ്ങളാണ് കൂടുതൽ ആക്യുറേറ്റ് ആകുന്നത്. ഇപ്പോൾ ഒരു വൈഡ് അനാലിസിസാണ് പറയുന്നത്. 2 ഗ്രഹങ്ങളെ മാത്രം സാമാന്യമായിട്ട് പറയുന്നതേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ ശനി കൊണ്ട് പലതരത്തിലുള്ള, പിന്നെ ഏഴര ശനി സമയത്ത് മനസ്സിനെ കാർന്ന് തിന്നുന്ന പോലെയുള്ള അനുഭവങ്ങൾ ഉണ്ടാകും. അതുപോലെ കണ്ടകശനി സമയത്ത് മിക്കവാറും വീട് പണിയൊക്കെ നടക്കും. പക്ഷേ അതോടുകൂടി അവൻ്റെ കാര്യം തീരുമാനമാകും. കടം കയറിയ ഒരു പരുവമാകും. വീട് പണി നടക്കും, കടം കയറിയ ഒരു പരുവമാകും. പിന്നെ കണ്ടകശനി സമയത്ത് വണ്ടി മേടിക്കാൻ പറ്റും. പക്ഷേ ആ വണ്ടി കൊണ്ട് തന്നെ അവന് സാമ്പത്തികമായ പല ബുദ്ധിമുട്ടുകൾ ചിലപ്പോഴും ഉണ്ടാകാം എന്നുള്ളതാണ്. പിന്നെ കണ്ടകശനി സമയത്ത് നല്ല കാര്യങ്ങൾ നടക്കാം, കല്യാണമൊക്കെ നടക്കാം, അങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ നടക്കാം. ശനി മോശം മാത്രമല്ല, നല്ലതും തരുന്ന ഗ്രഹം തന്നെയാണ്. ശനി നല്ല രീതിയിൽ നിന്നാൽ ഏറ്റവും നല്ലത് തരും, മോശമായിട്ട് നിന്നാൽ ഏറ്റവും മോശമായ അനുഭവങ്ങളായിരിക്കും. അതുപോലെ ശനി 7 നിൽക്കുമ്പോൾ, ചാരവശാൽ 7 നിൽക്കുമ്പോൾ, കണ്ടകശനി ആയിരിക്കുമ്പോൾ വാഹനമൊക്കെ വളരെ ശ്രദ്ധിക്കണം. കൂടുതലും ചാരവശാൽ 7 നിൽക്കുമ്പോഴാണ് ഞാൻ പലപ്പോഴും എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിരിക്കുന്ന വാഹന അപകടങ്ങൾ കൂടുതൽ ഉണ്ടാകുന്നതായിട്ട്. ശനി 7 നിൽക്കുമ്പോഴാണ്, കണ്ടകശനി 7 വരുമ്പോൾ. പക്ഷേ ഏഴരശനി സമയത്ത് 2-12 നിൽക്കുമ്പോഴും വാഹനം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. പക്ഷേ 12 നിൽക്കുമ്പോൾ കൂടുതൽ ശ്രദ്ധിക്കണം. 2 നിൽക്കുമ്പോൾ ധനപരമായി കുടുംബപരമായി തകർച്ചകളൊക്കെയാണ് കൂടുതലായിട്ടും കണ്ടിരിക്കുന്നത്. പിന്നെ ശനി 4 നിൽക്കുമ്പോൾ കുടുംബകലഹം, അതായത് അങ്ങോട്ട് പോയി തെറി വിളിച്ച് വഴക്കുണ്ടാക്കിയ ആളുകളെ ഞാൻ കണ്ടകശനി സമയത്ത് കണ്ടിട്ടുണ്ട്. അങ്ങോട്ട് പോയി വഴക്കുണ്ടാക്കിയിട്ട്, പണ്ട് എൻ്റെ അടുത്തൊരു ഒരു പയ്യൻ ഇതുപോലെ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, അവനോട് പറഞ്ഞ് കണ്ടകശനിയാണ്, നീ വടക്കിലൊന്നും പോകരുത് എന്ന് പറഞ്ഞു. അവനെ ഒരു റെയിൽവേയിലെ ഒരു സ്റ്റാഫുമായിട്ട്, ഗേറ്റ് കീപ്പറുമായിട്ട് വെള്ളമടിച്ച് വഴക്കുണ്ടാക്കി കേസായി. കേസ് പലപ്പോഴും പല സ്റ്റേറ്റുകളിലായി കേസ് വിളിക്കുന്നത്. ഇവൻ എല്ലായിടത്തും പോകണം. ഇപ്പോൾ എൻ്റെ അടുത്ത് ഇപ്പം വന്നപ്പോൾ ഞാൻ നന്നേ പറഞ്ഞതല്ലേ കണ്ടകശനി സമയത്ത് ആരോടും വഴക്കിന് പോകരുതെന്ന്. അങ്ങനെ അവനത് വിശ്വാസമായി. ചിലരത് അനുഭവിച്ചാലേ വിശ്വസിക്കത്തുള്ളൂ. അപ്പം ഇങ്ങനെ ശനി എന്ന് പറഞ്ഞാൽ ശനി എന്തും കൊടുപ്പവനും എടുപ്പവനുമാണ്. ശനി നല്ല രീതിയിൽ നിന്നാൽ വലിയ ബിസിനസ്സുകാരും വലിയ ഉയർച്ചയുള്ളവരും വലിയ ടെക്നോളജി കൈകാര്യം ചെയ്യുന്നവരും വലിയ സൂക്ഷ്മബുദ്ധിയുള്ളവരും ഒക്കെ, അതുപോലെ തന്നെ ആത്മീയ തലത്തിൽ വലിയ നിലയിലുള്ളവരും ശനി നല്ല രീതിയിൽ നിൽക്കണം. അത് പ്രത്യേക രീതിയിൽ നിൽക്കുമ്പോഴാണ്. പിന്നെ ലൗകിക തലത്തിലും ശനി നല്ല രീതിയിൽ നിന്നാൽ വലിയ സാമ്പത്തിക അഭിവൃദ്ധികളും നൽകാം. ശനി കൊടുപ്പവനും എടുപ്പവനുമാണ്. ശനി പലപ്പോഴും നമുക്ക് ഈ കർമ്മഫലങ്ങളെ ശനി പലപ്പോഴും നമ്മുടെ ശനി ഏത് ഭാവത്ത് ചെന്നാലും ആ ഭാവം കണ്ട് ചില ഫലങ്ങൾക്ക് ചിലപ്പം തടസ്സം ഉണ്ടാകാം. ശനി എന്നാൽ ശനി 9 നിൽക്കുകയാണെങ്കിൽ പലപ്പോഴും ഭാഗ്യ തടസ്സം അനുഭവപ്പെടാം. മാത്രമല്ല പിതാവുമായിട്ട് പലപ്പോഴും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. അതുപോലെ തന്നെ ആത്മീയമായിട്ടൊരു നല്ല വിദ്യ കിട്ടാനോ ഒരു നല്ല ഗുരുവിനെ കിട്ടാനോ കാലതാമസം എടുക്കാം. ലോകം മുഴുവൻ എല്ലാവരെയും പോയി കാല് പിടിച്ച് ഇവനിങ്ങനെ നടക്കും. നല്ലൊരു വിദ്യ കിട്ടാൻ കാലതാമസം എടുക്കും. പക്ഷെ കിട്ടത്തില്ല എന്നർത്ഥമില്ല. അങ്ങനെ ഏത് ഭാവത്തിൽ ഇരുന്നാൽ ആ ഭാവസംബന്ധമായ ഫലത്തിന് അല്പം കാലതാമസം ചിലപ്പോഴുണ്ടാക്കാം. ശനിയെക്കൊണ്ട് തന്നെ പറയാൻ പറ്റത്തില്ല. ലഗ്നാധിപൻ, പിന്നെ മറ്റു ഭാവത്തിലെ ഗ്രഹങ്ങൾ, അത് അവരുടെ എല്ലാം സ്ഥിതി പരിശോധിച്ചിട്ട് നമുക്കത് പറയാൻ പറ്റത്തില്ല. എങ്കിലും സാമാന്യമായിട്ട് പറഞ്ഞാൽ അങ്ങനെ ഉള്ള ചില ഫലങ്ങളുണ്ട്. ശനി 12 എന്ന വാഹനം ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. അതുപോലെ സാമ്പത്തിക കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യുന്നത് വളരെ ഉചിതമായിരിക്കും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. ശനി 7 എന്നാൽ ലഗ്നാൽ 7 എന്ന് കഴിഞ്ഞാൽ പലപ്പോഴും അങ്ങനെയുള്ളവർക്ക് ഈ വിവാഹം വരുമ്പോൾ ഭയങ്കര കണ്ടീഷൻസ് ആയിരിക്കും. ഭാര്യ അങ്ങനെ ആയിരിക്കണം, ഭാര്യ ഇങ്ങനെ ആയിരിക്കണം, മുടി ഇത്രയിടം വരെ വേണം, ഇങ്ങനെ സംസാരിക്കാവുള്ളൂ, അത് ഇന്നൊക്കെ കണ്ടീഷൻസ് വേണം. അതുകൊണ്ട് തന്നെ പലർക്കും അവരുടെ വിവാഹം ചിലപ്പോൾ നീണ്ടു പോകാറുണ്ട്. പക്ഷേ അവർക്ക് അല്പം വൈകിയാലും നല്ല ഒരു വിവാഹം നടക്കുന്നതായിട്ടും പല കേസുകെട്ടുകളിലും ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ എങ്കിലും അവരുടെ ജീവിതത്തിൽ അല്പം ഒരു വിരക്തി ഉണ്ടാകുന്നതായിട്ടും കണ്ടിട്ടുണ്ട് അങ്ങനെയുള്ളവരുടെ. കാരണം ശനി എന്ന് പറഞ്ഞാൽ പകുതി ആത്മീയതയാണ്, പകുതി ലൗകികതയുമാണ്. അതായത് ആൾക്കൂട്ടത്തിൻ്റെ ഇടയിലാണെങ്കിൽ പോലും ശനി സ്വാധീനം കൂടുതലുള്ളൊരു വ്യക്തിക്കാണ് ഒറ്റപ്പെടലുണ്ടാകുക.
അതുപോലെ സംഖ്യാജ്യോതിഷം അനുസരിച്ച് ശനി 8, 17, 26 ഈ സംഖ്യകൾ, ഈ തീയതികളിൽ ജനിക്കുന്നവർക്ക് ശനി സ്വാധീനം കൂടുതലാണ്. അങ്ങനെയുള്ളവർ പലപ്പോഴും ഈ ഒന്നുകിൽ ടെക്നിക്കൽ മേഖല, അല്ലെങ്കിൽ ഒരു സർവീസിങ് മേഖല, അല്ലെങ്കിൽ ഹോസ്പിറ്റൽ സംബന്ധമായ മേഖലകൾ, അല്ലെങ്കിൽ വളരെ സൂക്ഷ്മതയോടെ തൊഴിൽ ചെയ്യേണ്ട ചില മേഖലകൾ, ഇങ്ങനെയുള്ള മേഖലകളൊക്കെ വളരെ നല്ലത് തന്നെയാണ്. ഇവർക്ക് എപ്പോഴും ചിലപ്പോഴൊക്കെ ഈ ശനി സ്വാധീനമുള്ളവർ, ഇപ്പോൾ ഒരാൾ ജനിച്ചത് 8, 17, 26 ഇതിലേതെങ്കിലും ഒരു തീയതിയിലാണെങ്കിൽ പലപ്പോഴും അവർ ഈ ഇടയ്ക്കൊരു ഏകാന്തത ഇഷ്ടപ്പെടുന്നവരാണ്. അവർ ഇടയ്ക്കൊരു യാത്രകളോ, ഒറ്റയ്ക്ക് യാത്ര പോകുന്നു, ഒറ്റയ്ക്ക് ഇരിക്കുന്നതൊക്കെ ഇടയ്ക്കൊക്കെ ഇഷ്ടപ്പെടുന്നവരാണ്. അതായത് ശനി പകുതി ആത്മീയതയും കൊടുക്കും, പകുതി ലൗകികതയും കൊടുക്കും. ഇടയ്ക്കൊക്കെ അവർ ആത്മീയമായ യാത്രകൾ നടത്തുക, ആത്മീയമായ ക്ഷേത്രങ്ങളിൽ പോവുക, അവിടെ ചില അല്പനേരമൊക്കെ ധ്യാനിച്ചിരിക്കുക, ആത്മീയ കാര്യങ്ങൾ അറിയുക, ഇങ്ങനെ ഒരു പകുതി ആത്മീയതയും ശനി കൊടുക്കാറുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം. അപ്പോൾ ഈ ശനി എന്ന് പറഞ്ഞ ഗ്രഹം ഒരാൾക്ക് എല്ലാ തരത്തിലുള്ള നല്ല അനുഭവങ്ങളും കൊടുക്കാൻ ശക്തിയുള്ള ഗ്രഹം തന്നെയാണ്. വലിയ വലിയ ബിസിനസ്സുകാർക്കും ഒക്കെ അവർക്ക് ആ സൂക്ഷ്മ ബുദ്ധി കൊടുക്കുന്നത് ശനി തന്നെയാണ്. ശനിയെ അതുകൊണ്ടാണ് ശനീശ്വരൻ എന്ന് പറയുന്നത്. ശനീശ്വരൻ എന്നാണ് ശനിയെ പറയുന്നത്. അദ്ദേഹം ആ ഈശ്വരൻ തന്നെ ആയതുകൊണ്ടാണ്. അത്ര പവർഫുള്ളാണ് ശനി. നല്ല രീതിയിൽ നിന്ന് ഏറ്റവും നല്ല ഫലങ്ങൾ കൊടുക്കുകയും ചെയ്യും. ചില പൊക്കം കൂടുതലുള്ളവർക്ക് ശനി സ്വാധീനം വളരെ ഉണ്ടായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അതുപോലെ പൊക്കം കുറഞ്ഞവർക്കും ശനിയുടെ സ്വാധീനം പ്രത്യേക രീതിയിലുള്ളതായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ചില വിശേഷ ബുദ്ധിയായിരിക്കും. അവർ മറ്റുള്ളവർ ചിന്തിക്കുന്നതിലും വ്യത്യസ്തമായ ഐഡിയകളുണ്ടായിരിക്കും. അതുകൊണ്ട് ഞാൻ പലപ്പോഴും പറയാറുണ്ട്, നമ്മുടെ കൂട്ടത്തിൽ എപ്പോഴും ഒരു സുഹൃത്തായിട്ട് ഒന്നുകിൽ ഒരു പൊക്കം കൂടിയ ആളെയും പൊക്കം കുറഞ്ഞ ആളെയും സുഹൃത്തായിട്ടുണ്ടെങ്കിൽ വളരെ വ്യത്യസ്തമായ ഐഡിയകൾ അവരുടെ നിന്ന് കിട്ടും. ഞാനത് പലപ്പോഴും ചെയ്യാറുണ്ട്. ഞാനൊരു അഭിപ്രായം ചോദിക്കുമ്പോൾ പൊക്കം കൂടുതലുള്ള വ്യക്തിയോടും ചോദിക്കും, പൊക്കം കുറവുള്ള വ്യക്തിയോടും ചോദിക്കും. വ്യത്യസ്തമായ ആശയങ്ങളായിരിക്കും. അത് നമ്മൾ ഏതെങ്കിലും ഗുണം ചെയ്യും. കാരണം ഇത് രണ്ട് ശനി സ്വാധീനമുള്ളവരാണ്. അപ്പോൾ അങ്ങനെ ശനിയെക്കൊണ്ട് അനവധി വ്യത്യസ്തമായ കാര്യങ്ങളുണ്ട്. അതുപോലെ കണ്ണടച്ചുകൊണ്ട് പറയാൻ പറ്റും, 26-ാം തീയതി ജനിച്ച കുട്ടികൾ അവർ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഈ 26-ാം തീയതി, അത് മാസം ഏതുമായിക്കോട്ടെ, ജനിച്ച കുട്ടികൾക്ക് അവർക്ക് ചെറുപ്പത്തിൽ നല്ല ഒരു സാഹചര്യമാണ് വീട്ടിൽ, അല്ലെങ്കിൽ നല്ല രീതിയിൽ അവർ ചെറുപ്പത്തിൽ വളർന്നു വരുന്നെങ്കിൽ അവർ ഏറ്റവും മിടുക്കന്മാരായിട്ട് വരും. ഒരു മികച്ച എൻജിനീയർ, അല്ലെങ്കിൽ ഒരു മികച്ച ഡോക്ടർ, അല്ലെങ്കിൽ ഒരു മികച്ച ടെക്നീഷ്യൻ. ഈ സോഫ്റ്റ്വെയർ ഒക്കെ ഡെവലപ്പ് ചെയ്യാൻ ശനിസ്വാധീനമുള്ളവർക്ക് പ്രത്യേക കഴിവാണ്. സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യാനൊക്കെ അത് ശനിസ്വാധീനമുള്ളവർക്ക് പ്രത്യേക കഴിവാണ്. പിന്നെ ജനുവരി മാസത്തിൽ ഈ ശനിസ്വാധീനമുള്ള ജനുവരി ഡിസംബർ മാസത്തിൽ 8, 17, 26 ഈ തീയതികളിൽ ജനിച്ചാൽ കുറച്ച് കഴിവ് കൂടിയിരിക്കും. അത് ഡിസംബർ മാസത്തിലാണെങ്കിൽ അവർ ഒരു നല്ല രീതിയിൽ വരാൻ ശ്രദ്ധിക്കണം. തെറ്റായ രീതിയിൽ പോയാൽ ഏറ്റവും അപകടകാരികളുമായിരിക്കും. ബുദ്ധി മോശം കാര്യത്തിന് ഉപയോഗിക്കും. അപ്പോൾ അത് പോട്ടെ, അതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളാണ്. അപ്പോൾ ശനി സ്വാധീനം 26-നെ കുറിച്ച് പറയുവാണ്. ഈ 26 തീയതി ജനിക്കുന്ന മാസം ഏതുമായിക്കോട്ടെ, ആ വ്യക്തികൾ ശനി സ്വാധീനമുള്ളവരാണ്. അപ്പോൾ ഇവർ ചെറുപ്പത്തിലെ കുടുംബത്തിൽ നിന്ന് നല്ല നല്ല കാര്യങ്ങൾ കേൾക്കുക, അറിയുകയും ചെയ്ത് ഇവർ ഏറ്റവും മിടുക്കന്മാരായിട്ട് വരും. ഇവർ കുറേ കഴിയുമ്പം ഇവർക്ക് കൂട്ടുകെട്ടുകളിൽ കൂട്ടുകാർക്ക് ഇവർ വലിയ സ്വാധീനമുണ്ട്. 26-ാം തീയതി ജനിക്കുന്നവർക്ക് നല്ല കൂട്ടുകാരാണെങ്കിൽ ഇവരും നല്ലതായിട്ട് വരും. മോശം കൂട്ടുകാരാണെങ്കിൽ ഇവർ പല ആപത്തുകളിലും പോയി ചാടാനുള്ള സാധ്യത കൂടുതലുണ്ട്. മോശം പല റിലേഷൻസും ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലുണ്ട്. അങ്ങനെ തെറ്റായ വഴികളിൽ സഞ്ചരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലുണ്ട്. എന്ന് വെച്ചാൽ 26-ാം തീയതി ജനിക്കുന്നവരെല്ലാം അങ്ങനെയാണെന്നല്ല, പറഞ്ഞ മനസ്സിലായോ? അങ്ങനെയാണെന്നല്ല. അവർ ജനിച്ച സമയവും ആ ഗ്രഹസ്ഥിതിയൊക്കെ വെച്ച് മാറ്റം വരും. നല്ല രീതിയിൽ ജീവിക്കുന്നവരുമുണ്ട്, ഒരുപാട് ടോപ്പ് പൊസിഷനിൽ ഉള്ളവരുമുണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷേ എങ്കിലും 26 എന്നുള്ള തീയതി പൊതുവെ നമ്മളൊരു അവരുടെ ചെറുപ്പത്തിലെ ആ ജീവിത സാഹചര്യങ്ങൾ അവരെ വളരെ സ്വാധീനിക്കുന്നതായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത്. മാത്രമല്ല ഇവർക്ക് കൂട്ടുകാർക്ക് വലിയ സ്വാധീനം ഇവരിലുള്ളതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് 26-ാം തീയതി ജനിച്ചവർക്ക്. പിന്നെ 17-ാം തീയതി ജനിച്ചവർ അവർ രാഷ്ട്രീയം അങ്ങനെയുള്ള മേഖലകളെ, മറ്റാരും കൈവെക്കാത്ത പല മേഖലകളെ ഒക്കെ ഇവർക്ക് വിജയത്തിൻ്റെ വെന്നിക്കൊടി പാറിക്കാൻ സൂക്ഷ്മ ബുദ്ധിയുള്ളവരാണ്. 8 തീയതികളിൽ ജനിച്ചവർ അവർ ടെക്നിക്കൽ മേഖലകൾ നല്ലതാണ്. ഇവർക്ക് ഏറ്റവും നല്ലത് ടെക്നിക്കൽ ഭയങ്കര ഇൻ്റലിജൻസാണ്. ടെക്നിക്കൽ മേഖല നല്ലതാണ്. ഈ ശനിസ്വാധീനമുള്ളവർ ഒരു കാര്യത്തിൽ ആഴത്തിലിറങ്ങി പരിശോധിക്കും, ഡീപ്പായിട്ട് ആ കാര്യം പരിശോധിക്കും. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഒരു കാര്യം മറ്റുള്ളവർ ചെയ്യുന്നതിനെക്കാട്ടി ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റും. കാരണം അവരതിൻ്റെ അകത്ത് ആഴത്തിൽ ഓരോ വിശദാംശങ്ങളും പരിശോധിച്ചു പോകും.
ശനി സ്വാധീനമുള്ളവർ. പ്രത്യേകിച്ച് അത് ഒരു പോലീസ് അല്ലെങ്കിൽ ഒരു ഡിറ്റക്റ്റീവ് അല്ലെങ്കിൽ ഒരു ഇൻ്റലിജൻസ് അങ്ങനെയൊക്കെയുള്ള മേഖലകളിൽ ഉള്ളവരാണെങ്കിൽ അവർ ഏത് കാര്യം സൂക്ഷ്മമായിട്ട് കണ്ടെത്താനുള്ള കഴിവ് കൂടുതലായിരിക്കും. കാരണം ഭയങ്കര സൂക്ഷ്മ ബുദ്ധിയാണ് ഈ ശനി സ്വാധീനമുള്ളവർക്ക്. അപാരമായ സൂക്ഷ്മ ബുദ്ധി. ഇവർ മറ്റുള്ളവർ പറയുന്ന വിശ്വസിക്കുന്നൊന്നുമില്ല, യെസ്സൊക്കെ വെക്കും, പക്ഷേ ഇവരുടേതായ രീതിയിൽ ഭയങ്കരമായിട്ട് സൂക്ഷ്മമായിട്ട് ആഴത്തിൽ പരിശോധിക്കും. ഇപ്പോൾ ഈ ശനി സ്വാധീനമുള്ളവരോട് ഒരാൾ പറയുന്നു, ഞാൻ ബസ്സിനാണ് വന്നെന്ന് പറയുന്നു. അപ്പോൾ ഇവർ ചിലപ്പം ചോദിക്കും, നിങ്ങൾ ബസ്സിനാണ് എവിടെ ഇറങ്ങിയത്, നിങ്ങൾ ബസ്സിൽ നിന്ന് എവിടെ കയറിയത്. അപ്പോൾ ഇവർക്ക് ഈ ചോദ്യങ്ങളിലൂടെ ഇവർക്കറിയാം ഇയാൾ പറയുന്ന കള്ളമാണോ അതോ ശരിയാണോ എന്ന്. അത്ര സൂക്ഷ്മബുദ്ധി ഉള്ളവരായി ശനി സ്വാധീനമുള്ളവർ. അല്ല ഒരാൾ പറഞ്ഞാൽ അധികമൊന്നും പെട്ടെന്ന് വിശ്വസിക്കുന്നവരൊന്നും അല്ല. പക്ഷേ ഇവരുടെ ഏറ്റവും വലിയൊരു കുഴപ്പമെന്ന് വെച്ചാൽ ഇവർ കൂട്ടുകെട്ടുകൾ വളരെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ മാത്രമല്ല ഇവർക്ക് ഒരു ഇടയ്ക്കിടയ്ക്ക് ജീവിതത്തിൽ ഒരു തിരിച്ചടികൾ വന്നുകൊണ്ടിരിക്കും എന്നുള്ളതാണ്. അപ്രതീക്ഷിതമായിട്ട് തിരിച്ചടികൾ ഉണ്ടായിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ സംഖ്യാജ്യോതിഷം ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. ഇനിയിപ്പം കൈരേഖ പറയുകയാണെങ്കിൽ വലത്ത് കൈ നടുവിരലിന് താഴെയാണ് ശനിമണ്ഡലം. അത് പുരുഷന്മാർക്ക് വലത് കൈ കൊണ്ട് ചിന്തിക്കണം, സ്ത്രീകൾക്ക് ഇടത് കൈ കൊണ്ട് ചിന്തിക്കണം. വലത് കൈ നടുവിരലിന് താഴെയുള്ള ഭാഗം മനസ്സിലായി? ക്ലിയർ ആകുന്നുണ്ടോ? വലത് കൈ നടുവിരൽ മിഡിൽ ഫിംഗർ എൻ്റെ താഴെയാണ് ശനിമണ്ഡലം. അത് പുരുഷന്മാർക്ക് വലത് കൈ കൊണ്ടും സ്ത്രീകൾക്ക് ഇടത് കൈ കൊണ്ടും ചിന്തിക്കണം. അവിടെ ശനിമണ്ഡലത്തിൽ ഒരു നേർരേഖയാണെങ്കിൽ ആ വ്യക്തിക്ക് എല്ലാ ഉയർച്ചകളും ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അവിടെ രണ്ട് കവട്ടയോടുകൂടി ശാഖയാണെങ്കിൽ കുറേ കഷ്ടപ്പാടുകൾക്ക് ശേഷം ജീവിതത്തിൽ ഒരു മധ്യവയസ്സ് കഴിഞ്ഞ് കൂടുതൽ ഉയർച്ചകളും നല്ല രീതിയിലുള്ള സമൂഹത്തിൽ ഒരു ബഹുമാനവും നല്ല സ്ഥാനമാനങ്ങളും സമ്പത്തും ഐശ്വര്യമൊക്കെ ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ്. നിരവധി രേഖകളും ആ രേഖകളെ കുറുകെ രേഖ കട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അപ്രതീക്ഷിതമായ ആപത്തുകൾ, സാമ്പത്തിക തകർച്ചകൾ, ദുരിതങ്ങൾ, ക്ലേശങ്ങൾ ഇതൊക്കെ ഉണ്ടാകാൻ വളരെ സാധ്യത കൂടുതലാണ്. അതുപോലെ വല ചിഹ്നം കാണുക, ഇങ്ങനെ താഴോട്ടും മേലോട്ടും വല പോലെ ചിഹ്നം കാണുക ശനിമണ്ഡലത്തിൽ, അത് വളരെ ദോഷം ചെയ്യും. ശനിമണ്ഡലത്തിൽ ക്രോസ് കാണുക, സാമ്പത്തിക തകർച്ച ഉണ്ടാകാം. പെട്ടെന്ന് പ്രതീക്ഷിക്കാത്ത ചില ആപത്തുകൾ ജീവിതത്തിലേക്ക് വരാമെന്നുള്ളതാണ്. അപ്പം ശനിമണ്ഡലം കൊണ്ട് അനവധി കാര്യങ്ങളുണ്ട്. അത് ഞാൻ ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചതേ ഉള്ളൂ. ശനിമണ്ഡലം കൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒരു വ്യക്തി ഞാൻ ജീവിതത്തിൽ ഒരുപാട് ദുരിതങ്ങൾ അനുഭവിച്ച് പിന്നീട് നല്ല നിലയിൽ വന്നവരുടെ 10,000-കണക്കിന് കൈരേഖകൾ ഞാൻ പരിശോധിച്ചു. എനിക്ക് ശനിമണ്ഡലത്തിൽ വിധിരേഖ അല്ലെ ഭാഗ്യരേഖ ശരിയായിട്ടൊരു വ്യക്തിക്ക് എത്തിയെങ്കിൽ ആ വ്യക്തി എത്ര ക്ലേശം അനുഭവിച്ചാലും പിന്നീട് വലിയ സമ്പത്തിലേക്കും ഐശ്വര്യത്തിലേക്കും വരുമെന്നുള്ളതാണ്. അതുകൊണ്ട് ഞാൻ കൈരേഖ പരിശോധിക്കുമ്പോൾ ഞാൻ പറയുന്നൊരു വാചകമുണ്ട്, ഈ വിധിരേഖ അല്ലെങ്കിൽ ഭാഗ്യരേഖ നല്ല രീതിയിൽ ശനിമണ്ഡലത്തിൽ എത്തുന്നു. അതുകൊണ്ട് തീർച്ചയായിട്ടും മേൽഭാവിയിൽ വളരെ ഐശ്വര്യവും സമ്പത്തും ഉയർച്ചയും ഉണ്ടാകുക തന്നെ ചെയ്യും. ഇത് പറയാൻ എനിക്ക് വളരെ സന്തോഷമുണ്ട്. കാരണം ഞാൻ വളരെ സന്തോഷത്തോടെയാണ് പറയുന്നത്. കാരണം ഞാനങ്ങനെ എത്രയോ ജീവിതങ്ങൾ കണ്ടിരിക്കുന്നു. അപ്പോൾ അത് നിങ്ങൾ സന്തോഷമായിരിക്കുക. പിന്നെ ചെയ്യേണ്ട പരിഹാരങ്ങൾ ചെയ്യണം, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ചെയ്യണം, നമ്മൾ പ്രവർത്തിക്കണം. അതുകൊണ്ട് ചെയ്യുമ്പോഴാണ് അത് പൂർണ്ണ ഫലമാകുന്നത്. എങ്കിലും അത് പറയുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്, അതൊരു സാധ്യതയാണ്, വലിയൊരു സാധ്യതയാണ്. ഇനി ഒരു കാര്യം പറയുകയാണെങ്കിൽ വ്യാഴാഴ്ച ദിവസം നിങ്ങൾ ഈ മന്ത്രം എല്ലാം 3 തവണ ജപിച്ച ശേഷം ഇനിയും പറയാൻ പോകുന്ന മന്ത്രം 108 തവണ ജപിക്കണം. 108 108 തവണ ജപിക്കണം. ഓം ശ്രീ വജ്രദേഹായ രാമഭക്തായ വായുപുത്രായ നമോസ്തുതേ. ഈ മന്ത്രം 108 തവണ ജപിക്കണം. വ്യാഴാഴ്ച മാത്രം രാവിലെ. അന്നേ ദിവസം നിങ്ങൾ അന്നദാനങ്ങൾ പറ്റുന്ന പോലെ ചെയ്യണം. പിന്നെ നിങ്ങൾ കൂടുതലും അധികം സംസാരിക്കാതെ സംസാരം കുറയ്ക്കണം. പിന്നെ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഹനുമാൻ ക്ഷേത്രങ്ങളിൽ വ്യാഴാഴ്ച പോയി അവിൽ നിവേദ്യം നൽകാം. തേങ്ങയുണ്ട് ഭഗവാന് സമർപ്പിക്കാം. വലിയ സാമ്പത്തിക ഉയർച്ച ഉണ്ടാകും. വലിയ ബിസിനസ്സുകാരെ, ചെറിയ രീതിയിൽ നിന്ന് വലിയ സമ്പന്നരായവരൊക്കെ ഇത് ചെയ്യുന്നുണ്ട്. ഇതാരും പറഞ്ഞു തരത്തില്ല. ഞാനിപ്പോൾ പറഞ്ഞു തരുന്ന എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ അകവും പുറവും ശിവനാണ്. ഞാൻ ഭഗവാനെ ലയിച്ചിരിക്കുന്ന എൻ്റെ മനസ്സുകൊണ്ട് മുഴുവൻ ഭഗവാനെ ഞാൻ ലയിച്ചിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നന്മ ഉണ്ടാകട്ടെ. ഞാൻ എൻ്റേതായിട്ട് ഈ ഭൂമിയിൽ ഒന്നും ഞാൻ പിടിച്ചു വെക്കുന്നില്ല. ഇപ്പോൾ ഇതുപോലെയുള്ള വിദ്യകളൊക്കെ എൻ്റെ അടുത്ത് നോക്കുന്നവർക്ക് വേണമെങ്കിൽ മാത്രം എനിക്ക് പറഞ്ഞു കൊടുത്താൽ മതി. പക്ഷേ എനിക്കെല്ലാം വേറെ എന്തെല്ലാം കാര്യങ്ങൾ വീഡിയോ പറയും. പക്ഷേ ഞാൻ പറഞ്ഞു വെച്ചാൽ എല്ലാവരും രക്ഷപ്പെടട്ടെ, എല്ലാവർക്കും ഉയർച്ച ഉണ്ടാകട്ടെ, എല്ലാവരുടെ ജീവിതത്തിലേക്ക് ഗ്രഹപ്പഴകൾ മാറട്ടെ, കുടുംബ കലഹങ്ങൾ മാറട്ടെ. ഈ ഹനുമാൻ്റെ അനുഗ്രഹം ഉണ്ടാകുമ്പോൾ വലിയ മാറ്റങ്ങൾ വരും. കുടുംബകലഹങ്ങളും മാറും, സമ്പത്തുണ്ടാകും. ഇപ്പം എൻ്റെ വീഡിയോ കാണുന്ന പലരും ഒരു സ്ഥാപനത്തിൽ തൊഴിൽ ചെയ്യുന്നവരാണെങ്കിൽ പോലും ഇന്ന് ഒരുപാട് വ്യക്തികൾ സ്വന്തം തൊഴിലിലേക്ക് വന്നിട്ടുണ്ട്. അപ്പം ഞാനീ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളുടെ ഒരു എഫക്റ്റ് തന്നെയാണ് അത്. ഇന്നും ഒരാൾ എനിക്ക് മെസ്സേജ് ചെയ്തു,
ഒരു തുക, ഞാനത് പറയുന്നില്ല, നല്ലൊരു തുകയാണ്. അത് അവരുടെ കുട്ടിക്ക് വയ്യാത്തതാണ്. ഞാൻ പറഞ്ഞ ചില ശിവൻ്റെയൊക്കെ കാര്യങ്ങൾ ചെയ്ത് അവർക്കൊരു സഹായം കിട്ടി, നല്ലൊരു തുക. നന്ദി പറഞ്ഞുകൊണ്ട് എനിക്ക് അതിനെക്കാട്ടി സന്തോഷം എനിക്ക്. കാരണം ഞാൻ അങ്ങനെയുള്ള നല്ല കാര്യങ്ങളാണ് പറഞ്ഞു കൊടുക്കുന്നത്. അതൊക്കെ എല്ലാവർക്കും ശരിയായിട്ട് മനസ്സിലാക്കി ചെയ്യുന്നവർക്കൊക്കെ പ്രയോജനം ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ മന്ത്രം വ്യാഴാഴ്ച മാത്രം 108 തവണ ജപിക്കുക. എന്നിട്ട് പറ്റുന്ന പോലെ അന്നദാനം ചെയ്യുക. പറ്റുന്ന പോലെ മതി, നിങ്ങളെ കൊണ്ട് പറ്റുന്ന ഒരാൾക്കെങ്കിലും അന്നദാനം കൊടുക്കുകയാണ് നല്ലത്. ആവശ്യക്കാർക്കായിരിക്കണം. വയറ് വീർത്ത് ഒരുത്തന് ഇരിക്കുന്നവന്, ആഹാരം വേണ്ടാത്ത ഒരുത്തന് പേരിന് വേണ്ടി പിടിച്ചുകൊണ്ട് പോയി നീ ഇന്ന് ആഹാരം കഴിക്കുക, അതല്ല. അർഹരായവർക്ക് അന്നദാനം ചെയ്യണം. പിന്നെ ആഹാരം ആവശ്യപ്പെടുന്ന ആർക്കും ആഹാരം മേടിച്ചു കൊടുക്കാം, അതിൻ്റെ അത് തെറ്റൊന്നുമില്ല കേട്ടോ. പിന്നെ നിങ്ങൾ ഹനുമാൻ ക്ഷേത്രത്തിൽ പറ്റുവാണെങ്കിൽ വ്യാഴാഴ്ച പോവുക, അവൽ നിവേദ്യം ചെയ്യാം. തേങ്ങ ഭഗവാന് സമർപ്പിച്ചാൽ പൊതിച്ച തേങ്ങ പെട്ടെന്ന് സാമ്പത്തികം വരും. അത് ഈ വടക്കേന്ത്യയിലൊക്കെ ബിസിനസ്സുകാരൊക്കെ ചെയ്യാറുണ്ട്. അത് അത്ഭുതകരമായ ഒരു കാര്യം തന്നെയാണ്. പിന്നെ ഭഗവാൻ ഇഷ്ടമുള്ള കാര്യങ്ങൾ ഹനുമാൻ ക്ഷേത്രത്തിൽ സമർപ്പിക്കുക. പറ്റുവാണെങ്കിൽ ചെയ്യുക, ഇല്ലെങ്കിൽ ഈ മന്ത്രങ്ങൾ ജപിക്കുക കേട്ടോ. വലിയ മാറ്റങ്ങളുണ്ടാകും ജീവിതത്തിൽ. സീറോയിൽ നിന്ന് ഹീറോയായും, അങ്ങനെ ചിലപ്പോൾ നമ്മൾ ചിലടത്ത് കേൾക്കാറുണ്ടല്ലോ, സീറോയിൽ നിന്ന് ഹീറോ ആകും. ഇത് നമ്മൾ വലിയ സമ്പത്തിലേക്ക് വരും. സ്വന്തമായിട്ടൊരു ജീവിത മാർഗങ്ങളെല്ലാം തുറന്നു കിട്ടും. ജീവിതം അടിമുടി മാറും. ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും മാറും. ഹനുമാൻ സ്വാമിയുടെ മുന്നിൽ ഒരു കാര്യമില്ല, ഒരു പ്രതിസന്ധിയില്ല. പിന്നെ ഈ വ്യാഴാഴ്ച ദിവസം നിങ്ങളിത് ജപിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കഴിവതും അന്ന് ഒരു വെജിറ്റേറിയനായിട്ടിരിക്കാൻ ശ്രമിക്കണം. ഒരു വെജിറ്റേറിയൻ ഫുഡൊക്കെ ഉപയോഗിക്കുക. അന്നൊരു വ്രതം പോലെ ഇരിക്കുന്നത് നല്ലതാണ്. എന്ന് വെച്ചാൽ ആഹാരം കഴിക്കുക, നിങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം രാവിലെയും കഴിക്കാം, ഉച്ചയ്ക്കും കഴിക്കാം, വൈകിട്ടും കഴിക്കാം, വെള്ളമൊക്കെ കുടിക്കാം. പക്ഷെ ഒരു മിതാഹാരം കഴിക്കുക. അതുപോലെ വെജിറ്റേറിയൻ ഫുഡ് ഉപയോഗിക്കുക. പിന്നെ അന്നേ ദിവസം ഒന്ന് ബ്രഹ്മചര്യം കൂടെ അനുഷ്ഠിക്കുകയാണെങ്കിൽ നല്ലതാണ്. ബ്രഹ്മചര്യം എന്ന് പറഞ്ഞാൽ ഏകപത്നീവ്രതം ബ്രഹ്മചര്യം തന്നെയാണ് കേട്ടോ. ഏകപത്നീവ്രതവും ബ്രഹ്മചര്യം തന്നെയാണ്. അത് നമ്മൾ ശുദ്ധമായിട്ട് മനഃശുദ്ധിയോടെ അന്നേ ദിവസം ഏതൊരു കാര്യങ്ങളും തൊഴിലും എല്ലാ പ്രവൃത്തികളും ചെയ്യുക. ആരെയും കുറ്റം പറയാതിരിക്കുക, ഉച്ചയുറക്കം പാടില്ല, ആരെയും കളിയാക്കാതിരിക്കുക. വെളിയിൽ നിന്നുള്ള ഫുഡ് തൽക്കാലം കഴിവതും ഒഴിവാക്കുക. ഇനി അത്യാവശ്യം കഴിക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല. അന്നദാനം പറ്റുന്ന പോലെ ചെയ്യുക. അന്നത്തെ ദിവസം കഴിവതും കുറച്ച് സംസാരിക്കുക. അന്നത്തെ ദിവസം വളവളവളാന്ന് സംസാരിച്ചുകൊണ്ടിരിക്കരുത്, കുറച്ച് സംസാരിക്കുക. ഇനി ഈ മന്ത്രം ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ, എന്നുവെച്ചാൽ റോഡ് ക്രോസ് ചെയ്യുമ്പോഴോ ജോലി ചെയ്തിരിക്കുമ്പോഴോ ഒന്നുമല്ല, ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ ഈ ശ്രീരാമ ജയരാമ ജയ ജയരാമ 3 തവണ ജപിക്കണം. ഓം നമോ ഭഗവതേ ആഞ്ജനേയായ മഹാബലായ സ്വാഹ 3 തവണ ജപിക്കണം. ശ്രീരാമ ജയരാമ ജയ ജയരാമ ജപിച്ചു കഴിഞ്ഞ് ഓം ഹം ഹനുമതേ നമ 3 തവണ. ശ്രീരാമ ജയരാമ ജയ ജയരാമ 3 തവണ. ഓം ഹം ഹനുമതേ നമ 3 തവണ. ഓം നമോ ഭഗവതേ ആഞ്ജനേയായ മഹാബലായ സ്വാഹ 3 തവണ. അതിനുശേഷം ഓം ശ്രീ വജ്രദേഹായ രാമഭക്തായ വായുപുത്രായ നമോസ്തുതേ. ഈ മന്ത്രം 108 തവണ ജപിക്കണം. വ്യാഴാഴ്ച രാവിലെ കാര്യമാണ് പറയുന്നത്. വ്യാഴാഴ്ച മാത്രം ഈ 4ാമത് പറഞ്ഞ മന്ത്രം ജപിച്ചാൽ മതി. പിന്നീട് ഫ്രീ ആയിട്ടിരിക്കുമ്പോഴൊക്കെ ഈ മന്ത്രം മാത്രം ഓം ശ്രീ വജ്രദേഹായ രാമഭക്തായ വായുപുത്രായ നമസ്തുതേ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് മനസ്സിൽ ജപിക്കുക, അല്ലെങ്കിൽ വാഗുകൊണ്ട് ജപിക്കുക. പറ്റുന്ന പോലെ മനസ്സിൽ ജപിച്ചാലും മതി. വ്യാഴാഴ്ച മാത്രം ചെയ്യുന്ന കാര്യം പറയുന്നത്. അങ്ങനെ വ്യാഴാഴ്ചകൾ ചെയ്യുക. പിന്നെ ബാക്കിയുള്ള ദിവസങ്ങളിൽ ആദ്യം പറഞ്ഞ 3 മന്ത്രം 3 തവണ വീതം ജപിച്ചാൽ മതി. രാവിലെ കുളി കഴിഞ്ഞ് വിളക്കിൻ്റെ മുന്നിൽ നിന്ന് കർപ്പൂരം തൊട്ട്, പിന്നെ സന്ധ്യയ്ക്ക് അല്ലെങ്കിൽ കിടക്കുന്നതിന് മുമ്പ്, അല്ലെ സന്ധ്യയ്ക്ക് ജപിക്കാമെങ്കിൽ ജപിക്കുക, അല്ലെ രാവിലെ മാത്രം ജപിച്ചാൽ മതി. ഈ ആദ്യം പറഞ്ഞ 3 മന്ത്രം അത് ശനി ദോഷങ്ങൾ ബാധിക്കാതിരിക്കാൻ വേണ്ടിയാണ്. ഈ അവസാനം പറഞ്ഞ 4ാമത്തെ മന്ത്രം വലിയ സമ്പത്തും ഐശ്വര്യവും ഉണ്ടാകാൻ വേണ്ടിയാണ്. വലിയ വലിയ ബിസിനസ്സുകാരൊക്കെ ഈ വിദ്യ ചെയ്യാറുണ്ട്. അപ്പോൾ അത് നിങ്ങൾ ആവശ്യം പോലെ പ്രയോജനപ്പെടുത്തുക. ഏതായാലും എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഓം കൃഷ്ണായ നമഃ. ശിവോഹം. ശിവ ശിവ.